നമസ്കാരം. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിലാണ് നവകേരള നഗരനയം രൂപീകരിക്കുന്നതിന് ഒരു കമ്മീഷനെ നിശ്ചയിക്കും എന്ന് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു കമ്മീഷന് സംസ്ഥാന സർക്കാർ രൂപം കൊടുക്കുകയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനം നഗരനയം ആവിഷ്കരിക്കാൻ തീരുമാനിക്കുന്നതും അതിന് അന്തർദേശീയ ദേശീയ തലത്തിലെ വിദഗ്ധരടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതും. നഗരനയം ആവിഷ്കരിക്കണം എന്ന് തീരുമാനിച്ചത് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്നു എന്ന വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ്. പല പഠനങ്ങളും കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ തോതിനെക്കുറിച്ചും വേഗതയെക്കുറിച്ചും വ്യാപ്തിയെക്കുറിച്ചുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു പഠനമനുസരിച്ച് 2035 ആകുമ്പോഴേക്കും കേരളത്തിലെ നഗര ജനസംഖ്യ ആകെ ജനസംഖ്യയുടെ 95% ആവുമെന്നാണ്. വ്യത്യസ്ത പഠനങ്ങളുണ്ട്, പക്ഷേ എല്ലാം കാണിക്കുന്നത് വലിയ തോതിൽ നഗരവൽക്കരിക്കപ്പെടും എന്നതാണ്. അതുപോലെ കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയുടെ ഇരട്ടിയും ആഗോള ശരാശരിയേക്കാൾ കൂടുതലുമാണ്. കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ വേറൊരു പ്രത്യേകത നഗരങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നതാണ്. നഗരഗ്രാമ വ്യത്യാസം നേർത്ത് ഇല്ലാതാകുന്നു. അപ്പം ഇങ്ങനെയുള്ള ധാരാളം സവിശേഷതകളുണ്ട്. കഴിഞ്ഞൊരു 25-30 കൊല്ലത്തിനിടയിൽ വൻതോതിലുള്ള നഗരവൽക്കരണത്തിനാണ് കേരളം വിധേയമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നഗരവൽക്കരണത്തിൻ്റേതാണ്. അതുയർത്തുന്ന വെല്ലുവിളികളെ ശരിയായി അഭിസംബോധന ചെയ്യുക എന്നതാണ്. അത് ഒരേ സമയം ഒരു അവസരവും തുറന്നു നൽകുന്നുണ്ട്. ആ അവസരത്തെ ഉപയോഗിക്കുകയും ചെയ്യണം. അതിന് കഴിയണമെങ്കിൽ സമഗ്രമായ ശാസ്ത്രീയമായ ഒരു നഗരനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് സർക്കാർ കണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു നഗരനയം ആവിഷ്കരിക്കാനുള്ള കമ്മീഷനെ നിയോഗിച്ചത്. അയർലൻഡിലെ ബെൽഫാസ്റ്റ് ക്യൂൻസ് സർവകലാശാലയിലെ ഡോക്ടർ സതീഷ് കുമാർ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷനെയാണ് നിയോഗിച്ചത്. കമ്മീഷൻ അംഗങ്ങളുടെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് റിലീസിലുണ്ട്. ഈ നഗരവൽക്കരണത്തോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയ വെല്ലുവിളികൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന് സവിശേഷമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും പ്രാദേശിക സ്വയംഭരണത്തിൻ്റെയുമായിട്ടുള്ള ഒരു ചരിത്രവും ചട്ടക്കൂടുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു നഗരനയം, സമഗ്രമായ നഗരനയം ആവിഷ്കരിക്കാനുള്ള മാൻഡേറ്റാണ് സർക്കാർ ഈ കമ്മീഷന് നൽകിയിരുന്നത്. ഇപ്പോൾ കമ്മീഷൻ്റെ ഇടക്കാല റിപ്പോർട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. അന്തിമ റിപ്പോർട്ട് മാർച്ച് 31 സർക്കാരിന് കൈമാറും. ഇത് കേരളത്തിൻ്റെ നഗരവികസനത്തിനും പൊതുവായ വികസനത്തിനും വലിയ ഒരു സംഭാവന നൽകുന്നതായിരിക്കും, പുതിയ ആശയങ്ങൾ നൽകുന്നതായിരിക്കും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ടിലെ ചില പ്രധാനപ്പെട്ട ശുപാർശകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. അത് വലിയ ഒരു സംവാദത്തിന് അതിനെ മുൻനിർത്തി സംവാദം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് സർക്കാർ വിചാരിക്കുന്നു. ഇത് ഈ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകളെ സംബന്ധിച്ച് ചർച്ചയും സംവാദവും ഉയർന്നു വരണം. ഇപ്പോൾ 10 വിഷയമേഖലകളെ അടിസ്ഥാനമാക്കിയാണ് കമ്മീഷൻ പഠനങ്ങൾ നടത്തി ശുപാർശകൾ സമർപ്പിച്ചിട്ടുള്ളത്.
വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ റിലീസിലുണ്ട്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ 10 വിഷയമേഖലകളെ അടിസ്ഥാനമാക്കി വിപുലമായ പഠനം, ഒപ്പം പൊതുജനങ്ങളുടെ നിന്നുള്ള അഭിപ്രായ സമാഹരണമെല്ലാം കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, അതുപോലെ അംഗങ്ങൾ എന്നിവരുമായി ഏതാണ്ട് 700-ലധികം പേരുമായിട്ട് അവരിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ കമ്മീഷന് വേണ്ടി ധാരാളം പഠനങ്ങൾ നടക്കുകയുണ്ടായി. ഇപ്പോൾ UN ഹാബിറ്റാറ്റ്, യുനിസെഫ്, ലോകാരോഗ്യ സംഘടന, സെപ്റ്റ്, അർബൻ എക്കോണമി ഫോറം, GIZ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ്, നിംഹാൻ, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ, ഡൽഹി, ഭോപ്പാൽ, വിജയവാഡ, അതുപോലെ NIT കോഴിക്കോട്, CET തിരുവനന്തപുരം, ഇങ്ങനെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ്, ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എല്ലാമാണ് കമ്മീഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. പിന്നെ വിവിധ വകുപ്പുകളുമായും 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായും കമ്മീഷൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായി നടത്തിയിട്ടുണ്ട്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ക്രെഡായ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ, ബിൽഡേഴ്സ് അസോസിയേഷൻ, IMA തുടങ്ങി നഗരജീവിതവുമായി ബന്ധപ്പെട്ട സംഘടനകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ചകൾ, ഗവേഷണ, സർക്കാർ, വ്യവസായ, ബിസിനസ് മേഖലകളിൽ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ടും ഇനി നടത്താനുള്ള മറ്റെല്ലാവരുമായിട്ടുമുള്ള ചർച്ചകൾ, അവരുടെ അഭിപ്രായങ്ങൾ കൂടി കമ്മീഷൻ സമാഹരിക്കും. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ, ഇതുവരെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ കൺസൾട്ടേഷനുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇടക്കാല റിപ്പോർട്ട്. ഒരാഴ്ച ഈ തൃശ്ശൂർ കിലയിൽ നടന്ന വിശദമായ സിറ്റിങ്ങിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഇടക്കാല ശുപാർശകൾ സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ശുപാർശകളിലേക്ക് കടക്കാം. നഗരഭരണത്തെ പ്രൊഫഷണലാക്കി മാറ്റണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ശുപാർശ. അതിനുവേണ്ടി നഗരങ്ങളിൽ സിറ്റി മാനേജർമാർ, അതുപോലെ ഡേറ്റാ മാനേജർമാർ, IT ഓഫീസർമാർ തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണലുകളുടെ ഒരു നിര നഗരഭരണത്തെ മെച്ചപ്പെടുത്താനുണ്ടാവണം എന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. ഈ പുതിയ വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും ഉതകുന്ന നിലയിൽ നഗരഭരണത്തെ ശക്തിപ്പെടുത്തണം എന്നതാണ് ഈ ശുപാർശകളുടെ കാതൽ. അതുപോലെ പദ്ധതികളുടെ കാര്യക്ഷമമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതിന് നഗരസഭകളുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ പദ്ധതി രൂപീകരണ ടീം ഉണ്ടാവണം എന്നതാണ് വേറൊരു ശുപാർശ. മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങൾക്ക് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ്. MPC അത് ഉടനെ തന്നെ രൂപീകരിക്കണം എന്നതും അടുത്ത 10 വർഷത്തിനുള്ളിൽ കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ നഗരങ്ങളിലും മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളതുമാണ്. നഗരങ്ങളിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ, സംരംഭക വികസന കൗൺസിൽ സ്ഥാപിക്കണം എന്നതാണ് വേറൊന്ന്. നഗര ഭരണ സംവിധാനത്തിലും നയരൂപീകരണത്തിലുമെല്ലാം ചെറുപ്പക്കാരുടെ പങ്ക് ഉറപ്പുവരുത്തുന്നതിന് നഗരസഭകളിൽ, കൗൺസിലുകളിൽ ചെറുപ്പക്കാർക്ക് 25% സംവരണം എന്നൊരു ശുപാർശയും കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സംരംഭങ്ങളെയും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്താൻ ജില്ലാതല മാപ്പിംഗ്, മുനിസിപ്പാലിറ്റികളുടെ ചുമതലയിൽ പ്രത്യേക പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നതിന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതുപോലെ സ്ഥലപരാസൂത്രണ ഫ്രെയിംവർക്ക്, എല്ലാ നഗരസഭകളിലും സംയുക്ത ആസൂത്രണ കമ്മിറ്റി, അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള FSI, ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്, ഡിഫറൻഷ്യൽ FSI,
എന്ന ശുപാർശ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപകടങ്ങൾ സംബന്ധിച്ച്, പ്രകൃതി ദുരന്തങ്ങൾ മറ്റുമൊക്കെ സംബന്ധിച്ച് പ്രവചനം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്മാർട്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കൽ, എല്ലാ നഗരങ്ങളുടെയും ലിഡാർ GPR മാപ്പിംഗ്, നഗര ക്ലസ്റ്ററുകളുടെ ഭൗമ സർവേ, പിന്നെ ഒരു പ്രധാനപ്പെട്ട ശുപാർശ നഗരാടിസ്ഥാനത്തിൽ കാലാവസ്ഥാ ബജറ്റ് എന്നൊരു ശുപാർശ കൂടി, ക്ലൈമറ്റ് ബജറ്റ് എന്ന ശുപാർശ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാലാവസ്ഥാ സൗഹൃദ അടിസ്ഥാന സൗകര്യ വികസന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് വേറൊരു ശുപാർശ. തത്സമയ വെള്ളപ്പൊക്ക സൂചനാ മാപിനികൾ സ്ഥാപിക്കുക, പശ്ചിമഘട്ട സംരക്ഷണത്തിന് 5 സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ടുള്ള സംയുക്ത പരിപാടി, നാല് ചക്ര വാഹനങ്ങളിലേക്ക് കേരളത്തിൽ വലിയ തോതിൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ഥിതിവിവരക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 4 ചക്ര വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ കൂടുതൽ ഇന്ധന ഉപയോഗം വരും, അത് കാർബൺ എമിഷൻ കൂട്ടാനിടയാക്കും. അതുകൊണ്ട് തന്നെ ഇതിനൊപ്പം ഡീകാർബണൈസ് ചെയ്യുന്നതിനുള്ള സമീപനവും നടപടികളും സ്വീകരിക്കണം എന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. കോർപ്പറേഷനുകളിൽ മാൻഡേറ്ററി കാർബൺ ഓഡിറ്റ് സംവിധാനം സജ്ജമാക്കണമെന്നും ഹരിത ചാക്രിക സമ്പദ് വ്യവസ്ഥയുടെ സാധ്യതകൾ കണ്ടെത്തണമെന്നും നിർദ്ദേശിക്കുന്നു. നഗരങ്ങളിലെ വാഹനങ്ങൾക്ക് ഒരു വാർഷിക ഹരിത ഫീസ്, വാങ്ങുമ്പോൾ ഒറ്റത്തവണ ഫീസ് എന്ന നിർദ്ദേശം കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കാലാവസ്ഥാ ബജറ്റിങ്ങിൻ്റെയും അതുപോലെ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനും ഒക്കെയുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രാദേശിക സാമ്പത്തിക വികസന പദ്ധതികൾ തയ്യാറാക്കാൻ തദ്ദേശ നഗരസ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുക, ഇൻ്റഗ്രേറ്റഡ് ലേബർ മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം തയ്യാറാക്കുക, ഉന്നത നൈപുണ്യമുള്ള പ്രൊഫഷണലുകൾ, ജിയോസ്പേഷ്യൽ ഡേറ്റ സയൻറ്റിസ്റ്റുകൾ, പരിസ്ഥിതി ആസൂത്രകർ എന്നിവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ചട്ടക്കൂട് സൃഷ്ടിക്കുക, നിക്ഷേപങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനായി കേരള മുനിസിപ്പൽ ആക്ടിൻ്റെ 299, 300 സെക്ഷനുകൾ, കേരള ലോൺ ആക്ട് എന്നിവ ഭേദഗതി ചെയ്യണം എന്ന നിർദ്ദേശവും കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നു. കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രധാനപ്പെട്ട ആശയം നഗര തദ്ദേശ സ്ഥാപനങ്ങളെ സാമ്പത്തിക വളർച്ചയുടെ എഞ്ചിനുകളാക്കി പരിവർത്തിപ്പിക്കുക എന്നതാണ്. അപ്പം അതിനുതകുന്ന തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങളാണ്, ശുപാർശകളാണ് വന്നിട്ടുള്ളത്. ഇവൻ്റ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന നയമുണ്ടാവണം. മാസ്റ്റർ ലോക്കൽ ഏരിയ പ്ലാനിങ്ങുമായി തെരുവ് കച്ചവട ബൈലോകൾ ഉൾച്ചേർക്കണം. അർബൻ റീജനറേഷനായി ബ്രൗൺഫീൽഡ് ഏരിയകൾ വികസിപ്പിക്കുക. ഇതൊക്കെ ശുപാർശകളിൽ വരുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു മേഖല അർബൻ ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രാദേശിക സാമ്പത്തിക വികസന അതോറിറ്റി, അതുപോലെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിനുള്ളൊരു ഫണ്ട് സ്ഥാപിക്കുക എന്ന നിർദ്ദേശമുണ്ട്. 6 കോർപ്പറേഷനുകളുടെയും ക്രെഡിറ്റ് റേറ്റിംഗ് അടിയന്തരമായിട്ട് നടത്തണം എന്ന ശുപാർശ മുന്നോട്ട് വയ്ക്കുന്നു. ഈ വർഷം തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്നത് മുനിസിപ്പൽ ബോണ്ട് അവയ്ക്ക് സമാഹരിക്കുന്നതിന് സഹായിക്കാൻ വേണ്ടിയാണ്. മുനിസിപ്പൽ ബോണ്ട് എന്ന ഒരു ആശയവും നഗര കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിഭവ സമാഹരണം നടത്തുന്നതിന്. ഇപ്പം മുനിസിപ്പൽ ബോണ്ട് എന്ന ആശയം പ്രാവർത്തികമാവണമെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2025 തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തണം എന്ന് നിർദ്ദേശിക്കുന്നു. അതുപോലെ ലാൻഡ് പൂളിംഗ് ഒരു നയമെന്ന നിലയിൽ ഉപയോഗപ്പെടുത്തണം, ഒരു പോളിസി ഇൻസ്ട്രുമെൻ്റ് എന്ന നിലയിൽ തന്നെ ലാൻഡ് പൂളിങ്ങിന് ഉപയോഗപ്പെടുത്തണം എന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ ഇപ്പോൾ 25-30% മാത്രമാണ് തനത് വരുമാനം. തനത് വരുമാനത്തിൻ്റെ തോത് 70% ഉയർത്തണം. സ്വത്ത് നികുതി പിരിവ്, പ്രോപ്പർട്ടി ടാക്സിൻ്റെ വസ്തുനികുതി പിരിവ്, യഥാർത്ഥത്തിൽ വസ്തുനികുതിയാണ്. വസ്തുനികുതി പിരിവ് ഇപ്പോൾ 50% ഉള്ളൂ.
ഡിമാൻഡിൻ്റെ 50% ഉള്ളൂ, അത് 90% ആക്കി വർദ്ധിപ്പിക്കണം എന്നതാണ്. നികുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നല്ല, പിരിവ് മെച്ചപ്പെടുത്തണമെന്നാണ്. കാരണം ചിലപ്പോൾ തെറ്റായിട്ട് മനസ്സിലാക്കിയാൽ അടുത്ത വിവാദത്തിന് അത് മതി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലൂടെ വാർഷിക ധനസമാഹരണം ഒരു 7,000 കോടി മുതൽ 20,000 കോടി വരെയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയണം കുറച്ച് കാലം കൊണ്ട് എന്നാണ്. അതുപോലെ GI അധിഷ്ഠിത ലാൻഡ് ഇൻവെൻട്രിയും പ്രോപ്പർട്ടി ട്രാക്കിങ്ങും കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുനിസിപ്പൽ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞു. നഗര തലത്തിലും വാർഡ് തലങ്ങളിലും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സൗഹൃദ നഗരങ്ങൾ, അയൽപ്പക്ക പദ്ധതികൾ എന്നിവ മുന്നോട്ട് വയ്ക്കുന്നു. ഇൻക്ലൂസീവ് അർബൻ സ്പേസ് എന്ന നിലയിൽ വയോജനങ്ങളെയും സാംക്രമികേതര രോഗമുള്ളവരെയും പരിഗണിച്ചുകൊണ്ട് സമഗ്രമായ പരിചരണ സംവിധാനം കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സാന്ത്വന പരിചരണം സാർവത്രികമാക്കാനുള്ള നടപടികൾ ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ ആസൂത്രണത്തിനും നഗര നിക്ഷേപ പദ്ധതി വികസിപ്പിക്കുന്നതിനും മാസ്റ്റർ പ്ലാനുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തണം. വാണിജ്യപരമായി വിജയസാധ്യതയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വികസിപ്പിക്കണം. ഇങ്ങനെ വളരെ സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇടക്കാല റിപ്പോർട്ടിൽ തന്നെ, ശുപാർശകളാണ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ വികസനത്തിൽ, നഗരവികസനത്തിൽ അടുത്ത 25 വർഷത്തെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. കുറേ കൂടി ഇത് സമഗ്രമാവും അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ. ഇത് വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കാനുതകുന്ന, കേരളത്തെ ആകെ ഒരൊറ്റ നഗരം എന്ന നിലയിൽ കണ്ടുകൊണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന് വേണമെങ്കിൽ കേരളത്തെ വിശേഷിപ്പിക്കാം. അപ്പം അങ്ങനെ കേരളത്തെ ആകെ ഒരു നഗരം എന്ന നിലയിൽ കണ്ടുകൊണ്ടുള്ള സമഗ്രമായ നഗരവികസനത്തിന് ഉതകുന്ന ശുപാർശകൾ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഈ ശുപാർശകൾ വിശദമായിട്ട് പഠിക്കുകയും പരിശോധിക്കുകയും അതിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതെ അതെ, ഈ കൗൺസിലിൽ അവരുടെ ഒരു ശുപാർശയാണ്, നമ്മൾ പരിശോധിച്ചിട്ടില്ല. ശുപാർശ ഞാൻ അവതരിപ്പിച്ചു. ഇതെല്ലാം ചർച്ച വരേണ്ട കാര്യങ്ങളല്ലേ. അവർ മുന്നോട്ട് വെച്ചൊരു ശുപാർശയാണ്. അല്ല, ഇതിലെല്ലാം ചെറുപ്പക്കാരുണ്ടായാൽ മതിയല്ലോ, 25%. കേന്ദ്ര പദ്ധതികൾക്ക് ഈ നയം തടസ്സമല്ലല്ലോ ഉണ്ടാക്കുക, അതിനെ സൗകര്യമൊക്കില്ലേ, ഫെസിലിറ്റേറ്റ് ചെയ്യില്ലേ ചെയ്യുക. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം നഗര നയം ഉണ്ടാക്കുകയാണ്. ഇതിന് നോക്കി, ഇത് നയമാണ്, പദ്ധതിയല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇതൊരു നയമാണ്. നമ്മളൊരു പോളിസി ഡയറക്ഷൻ നഗരവികസനം സംബന്ധിച്ച് നൽകുകയാണ് ഈ കമ്മീഷൻ്റെ ശുപാർശകളിലൂടെ ചെയ്യുന്നത്. ഇതിന് അനുസൃതമായിട്ട് ഏത് പദ്ധതി നടപ്പാക്കാൻ എന്താ പ്രയാസം? ഒരു പ്രയാസം വരുന്നില്ല. യഥാർത്ഥത്തിൽ സൗകര്യമാണ് ഉണ്ടാവുക. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയോ അമൃതോ ഒക്കെ നടപ്പാക്കുന്നതിന് കൂടുതൽ സൗകര്യമായിരിക്കും ഈ കമ്മീഷൻ്റെ ഈ ശുപാർശകൾ. അല്ല, നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പുറത്തുനിന്ന് കൂടി ധനസമാഹരണം നടത്താൻ ഉതകുന്ന തരത്തിലാണ്. കേരളത്തിലിപ്പോൾ പണ്ട് മുനിസിപ്പൽ ബോണ്ട് ഇറക്കിയിട്ടുണ്ട്. മുനിസിപ്പൽ ഇപ്പോൾ രാജ്യത്ത് വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മുനിസിപ്പൽ ബോണ്ട്. 1968 തോന്നുന്നു ആദ്യമായിട്ട് കോഴിക്കോട് കോർപ്പറേഷനാണ് മുനിസിപ്പൽ ബോണ്ട് കേരളത്തിൽ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അത്തരം ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല വേണ്ടത്ര. അപ്പോൾ നഗര ഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വിഭവ സമാഹരണം നടത്തുക പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ അതിന്
ഉള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അത് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് പ്രധാനമാണ്. സാമ്പത്തിക ഈ വായ്പാ തിരിച്ചടവിനുള്ള ശേഷിയുണ്ടെന്നുള്ളത് പ്രധാനമാണല്ലോ, അത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ശേഷിയിലേക്ക് എത്തിക്കണം, ശേഷി വർദ്ധിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തനത് വരുമാനം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ 25-30 അത് 70 വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി കൂടുതലായിട്ട് തനത് വരുമാനം വരും. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻറ്റിനെ മാത്രം ആശ്രയിക്കുക എന്നുള്ളതല്ല, അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ ഡെവല്യൂഷൻ നടത്തുന്നത്. ഞാൻ പറയട്ടെ, ഇതിന് പറയട്ടെ. പിന്നെ രണ്ടാമത് പറയുന്നത് പ്രോപ്പർട്ടി ടാക്സ് 90% എത്തിക്കുക. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് പ്രോപ്പർട്ടി ടാക്സിൻ്റെ കളക്ഷൻ 90% എത്തിക്കുക എന്നത്. അപ്പോൾ ഈ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, ഇതിവിടെ മാത്രമല്ല, റിസർവ് ബാങ്കിൻ്റെ ഒരു പഠനം ഇപ്പോൾ വന്നിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ പഠനം അർബൻ ഫൈനാൻസിങ്ങിനെ കുറിച്ച്, അതിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു പഠനം വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം, എങ്ങനെ നഗര തദ്ദേശ സ്ഥാപനങ്ങളെ കൂടുതൽ സാമ്പത്തികമായി ശാക്തീകരിക്കാം എന്നതാണ്. അപ്പോഴേ ഈ വിപുലമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റും. നമ്മുടെ നഗര ഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ ഇങ്ങനെ ഒരു മീഡിയോക്കർ നിലയിൽ തുടർന്നാൽ പോരാ എന്നതാണ് ഈ കമ്മീഷൻ്റെ ശുപാർശയുടെ സത്ത. അതെ. നോക്കൂ, നമ്മളിത് എന്തെങ്കിലും ബലം പ്രയോഗിച്ച് ആരെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളതല്ലല്ലോ. നഗരവികസനത്തിന് നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ആശയങ്ങൾ അതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ അവർ ഞങ്ങളോട് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് കേരളം വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യമാണ് ചോദിച്ചത്. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നല്ല ചോദ്യമാണത് ഇപ്പോൾ ചോദിച്ചത്. പക്ഷേ അതിന് വേറൊരു ധ്വനി അങ്ങനെ ഉദ്ദേശിച്ചതാവില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് വരുമ്പോൾ അങ്ങനെയായിരിക്കും, ഇവിടെ നിന്നൊക്കെ ആളുകളെ എങ്ങോട്ട് മാറ്റുമോ എന്നുള്ളൊരു തോന്നലല്ല. അങ്ങനെയില്ല. നമ്മൾ സ്വാഭാവികമായൊരു പ്രക്രിയയിലൂടെ ഈ നിലയിൽ ഈ പറഞ്ഞ പോലെ വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഭാവിയിൽ ആലോചിക്കേണ്ടി വരും. കാരണം കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും വൾണറബിളായിട്ടുള്ളൊരു പ്രദേശമാണ്. നീണ്ട തീരപ്രദേശമുണ്ട്, അപ്പുറത്ത് പശ്ചിമഘട്ടമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഏറ്റവും കൂടുതൽ ലാൻഡ്സ്ലൈഡ് സാധ്യതയുള്ള 31 ഇടങ്ങളിൽ 10 കേരളത്തിലാണ്, 1/3 കേരളത്തിലാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം നമ്മൾ കാണണം. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഉള്ള, അതാ പറഞ്ഞ 25 വർഷത്തിനപ്പുറം കണ്ടുകൊണ്ടുള്ള സാധ്യതയാണ്. അപ്പോൾ കമ്മീഷൻ്റെ ഒരു കണ്ടെത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ചു കാലത്തിനുള്ളിൽ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ നല്ലൊരു ഭാഗം കടലെടുക്കുന്നതാണ്, കടൽ എടുക്കും. അപ്പോൾ അത്രയും അതിങ്ങനെ ഭാവിയിലും കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വസ്തുതകളെല്ലാം പരിഗണിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അതാണ് ഇതിൽ സ്ഥലപരാസൂത്രണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കുറേ കാലാവസ്ഥ റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തന്നെ നമ്മൾ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നഗരങ്ങളിൽ, ഇപ്പോൾ പമ്പ ബേസിനിലാണ് കമ്മീഷൻ്റെ ശുപാർശ, അത് മറ്റ് നഗരങ്ങൾ കൂടി നടപ്പാക്കണമെന്നതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും പമ്പ തടത്തിൽ നഗരങ്ങൾ, ചെങ്ങന്നൂർ, ആലപ്പുഴയൊക്കെ നമ്മൾ റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി തുടങ്ങി, അല്ല അംഗീകരിച്ചു കഴിഞ്ഞു. അത് നമ്മൾ സർക്കാർ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ഇത് ശുപാർശ മാത്രമാണ്. ഇതെങ്ങനെ ചെയ്യണമെന്നതൊക്കെ പിന്നീട് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അല്ല, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കമ്മീഷൻ ഭരണപരമായ നടപടികൾ സ്വീകരിക്കേണ്ട സർക്കാരല്ലേ.
കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവർ പറയുന്നു. അല്ല, സർക്കാർ പൈസ വാങ്ങിയിട്ടില്ലല്ലോ, തദ്ദേശ സ്ഥാപനങ്ങളല്ലേ വാങ്ങിയത്. അതെ, അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള അധികാരവും ഉത്തരവും സർക്കാർ കൊടുത്തിട്ടുണ്ട്. അവരാ കൊടുക്കേണ്ടത്. കാരണം കുറേ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയമൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ അവർക്ക് കുറയ്ക്കാൻ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കുറച്ചു, ഇനി പൈസ അവരാ കൊടുക്കേണ്ടത്. അതെ, അവരാ അതാത് തദ്ദേശ സ്ഥാപനങ്ങളാണ് കൊടുക്കേണ്ടത്. അന്ന് മുതലേ ഞാൻ പറയുന്ന കാര്യമാണ്, ഇത് സർക്കാരിന് വേണ്ടി ചെയ്തതല്ല, തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തതെങ്കിലും ചില്ലിക്കാശ് സർക്കാരിന് കിട്ടുന്നതല്ല, സർക്കാരിന് വേണ്ടി ചെയ്തതുമല്ല, അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇങ്ങനെ പ്രതിഷേധമോ അഭിപ്രായങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ സർക്കാർ ഇത് 1/3 വരെയായിട്ട് കുറച്ചു, തിരിച്ചു കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇനി തിരിച്ചു കൊടുക്കേണ്ടത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ല ശരി, അതിനുശേഷം പിന്നെയും വൈകുന്നു എന്നാണല്ലോ ചോദ്യം. തീരുമാനം വന്ന ശേഷം വൈകുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇപ്പോഴും മറ്റേ നികുതി പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് അവർ കൊടുക്കേണ്ടതാണ്. കൊടുക്കുന്നതിന് സർക്കാർ ഒരു തടസ്സവും ഇല്ല. കൊടുക്കാൻ ഉത്തരവും കൊടുത്തു കഴിഞ്ഞു. ഏതാ? അല്ല, അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. ഞങ്ങൾ സർക്കാർ ഒരു തീരുമാനമെടുത്തു, കുറച്ച പൈസ തിരിച്ചു കൊടുക്കണം. സാധാരണഗതിയിൽ ആരും പ്രതീക്ഷിച്ചതല്ല. ഈ ഭാവിയിൽ കുറയ്ക്കുമെന്നേ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. കുറച്ചത് തിരിച്ചു കൊടുക്കാൻ പറയും എന്നത്. തിരിച്ചു കൊടുക്കാൻ അത്ര ഉദാരമായിട്ടുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു. തിരിച്ചു കൊടുക്കേണ്ടത് അവരാണ്. അതെ, വേണമെങ്കിൽ സർക്കാരിന് മറിച്ചും തീരുമാനിക്കാമായിരുന്നല്ലോ. നമ്മളെല്ലാത്തിലും ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്? സർക്കാർ തീരുമാനിച്ചു ഇനി മുതൽ എത്രാം തീയതി മുതൽ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ എന്താ? അങ്ങനെയല്ലേ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഒരു പടി കൂടി കടന്ന് മുൻകാല പ്രാബല്യത്തോടെ കുറച്ചു, വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനവും ചർച്ചയും ഒക്കെ ആവശ്യമുള്ളതാണ്. നടപ്പാക്കുക എന്ന ആശയം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇന്ന ആശയങ്ങൾ കമ്മീഷൻ അല്ലെങ്കിൽ ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതൊരു ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ്. സർക്കാർ ഇത് ഓരോന്നും എങ്ങനെ നടപ്പാക്കുമെന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇന്നലെയാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്, മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. പക്ഷേ ഇത് സമൂഹ മധ്യത്തിൽ ഒരു വളരെ ഗൗരവമുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴിവെക്കണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പല അഭിപ്രായങ്ങളുണ്ടാവും, ആ അഭിപ്രായങ്ങളൊക്കെ വരട്ടെ. നമുക്ക് കുറേ ഇങ്ങനെയുള്ള പ്രയോജനകരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടി ചർച്ചയാവാമല്ലോ നാട്ടിൽ. നഗരസഭകളുടെ അതിന് പല കാരണങ്ങളുണ്ട്. അതൊന്ന് ഈ ഡേറ്റ പ്യൂരിഫിക്കേഷൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഡിമാൻഡ് യഥാർത്ഥത്തിലുള്ള ഡിമാൻഡ് അല്ല ഇപ്പോൾ ഉള്ളത്. ആ പ്രശ്നമൊക്കെ ഇപ്പോൾ സർക്കാർ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല പുരോഗതി ആ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏറെക്കുറെ അന്തിമഘട്ടത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തണമെന്ന് കമ്മീഷൻ്റെ ശുപാർശയാണ്. അത് നേരത്തെ ഒരിക്കൽ നടത്തിയിട്ടുണ്ട്. അതിന് ഈ ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമില്ലല്ലോ. അപ്പോൾ അതിപ്പോൾ നടത്തിയാലേ നമുക്ക് മുനിസിപ്പൽ ബോണ്ടിലേക്കൊക്കെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് 2025 തന്നെ നടത്തണമെന്ന് പറഞ്ഞത്. അല്ല, ക്രെഡിറ്റ് റേറ്റിംഗ് എപ്പോഴും വളരെ അതിൻ്റെ വാലിഡിറ്റി വളരെ ഹ്രസ്വ കാലയളവിലേക്കായിരിക്കും. 3 തരത്തിലുള്ള ശുപാർശയാണ് കമ്മീഷൻ നൽകുന്നത്. ഒന്ന് ഷോർട്ട് ടേം, ഹ്രസ്വകാലം, പിന്നെ മധ്യകാല ശുപാർശകൾ, പിന്നെ ദീർഘകാലത്തിൽ നടപ്പാക്കേണ്ടത്. അങ്ങനെ 3 തരത്തിലുള്ള ശുപാർശകളാണ്. അത്തരം കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കാം, അത്രേ പറയാൻ പറ്റും. അത് ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല.
കോടതി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, കണക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. കോടതിയുടെ ഓർഡർ പുറത്ത് വരുമ്പോൾ അതിലുണ്ട്, കണക്കുകളുണ്ട്. അല്ല, കണക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. 95,000-ലധികം റിമൂവ് ചെയ്തതായിട്ട് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കാം, അത് നമുക്ക് കൊടുക്കാം. കോടതിയെ സമർപ്പിച്ചിട്ടുണ്ട് ഈ കണക്ക്. ഈ കണക്ക് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവല്ലേ, സർക്കാർ നടപ്പാക്കുക തന്നെ ചെയ്യും. അതെ തരാൻ പ്രശ്നം. ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുള്ള ധാരണയിൽ കണക്ക് റെഡി ആയിട്ട് കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രമേ. കോടതിയിൽ കൃത്യമായിട്ട് ഇതുവരെ എത്ര നീക്കം ചെയ്തിട്ടുണ്ട് എന്ന കണക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ കണക്ക്, കോടതി കൊടുത്ത കണക്ക് മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. പക്ഷേ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിലെ മദ്യനയത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ ആ വിവാദങ്ങളുടെ സ്ഥിതി എന്താ? പല വിവാദങ്ങളുടെ സ്ഥിതി എന്താ അതിപ്പോൾ മനസ്സിലായില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അന്നേ ഞാനിത് പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല എന്ന്. അപ്പോൾ ചർച്ചയും ആലോചനയൊന്നും വേണ്ട വിവാദങ്ങൾക്ക്. അത് മുൻകൂട്ടി റെഡിമെയ്ഡാണ് വിവാദങ്ങൾ. എനിക്ക് തോന്നുന്നു സമയം കുറച്ച് തെറ്റിപ്പോയി എന്ന് തോന്നുന്നു. ചർച്ച തുടങ്ങുന്ന സമയത്തേക്ക് തയ്യാറാക്കി വെച്ച വിവാദം ആദ്യം എടുത്ത് പുറത്തു വിട്ടതാണെന്ന് തോന്നുന്നു. നയം അധികം വൈകാതെ വരും. നയം ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് ചർച്ചകളുടെ. ഒരു റൗണ്ട് ചർച്ച നടത്തി ഒരു കരട് തയ്യാറാക്കി. അപ്പോൾ ചില കൺസൾട്ടേഷൻ കൂടി വേണം എന്ന് വന്നു. ആ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അധികം വൈകാതെ. അതുകൊണ്ട് പിന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ നയത്തിന് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ലല്ലോ. കൊടുത്താൽ മതി. പിന്നെ ഡേറ്റ വെബ്സൈറ്റിൽ ഇടാം, പ്രസിദ്ധീകരിക്കാം. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ, നിങ്ങളെല്ലാവരും ഇന്നലെ ഒരു തെറ്റായ വാർത്ത കൊടുത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. സർക്കാരിന് തിരിച്ചടി വാർഡ് വിഭജനത്തിൽ എന്ന് പറഞ്ഞിട്ടാണ്. സർക്കാരിന് ഒരു തിരിച്ചടിയില്ല, സർക്കാരിനെതിരായിട്ടുള്ള ഒരു പരാമർശവും ഇല്ല. സാങ്കേതികമാണ്. ഇന്നലെ വന്ന കോടതി ഉത്തരവ് സാങ്കേതികമാണ്. 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 2015 വാർഡ് വിഭജനം നടത്തിയത് ഇനി വീണ്ടും വാർഡ് വിഭജനം നടത്തേണ്ടതില്ല എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ബാക്കി അത് എൻ്റെ കയ്യിൽ അതിൻ്റെ കണക്കുണ്ട്. കണക്ക് മാത്രമല്ല, കോടതി വിധിയുണ്ട്. അപ്പോൾ ഇന്നലെ പലരും പ്രസ്താവന നടത്തിയത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മാധ്യമങ്ങൾ സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ വിധി വായിച്ചിട്ട് വേണമായിരുന്നു കൊടുക്കാൻ എന്ന അഭിപ്രായമാണുള്ളത്. അപ്പോൾ 31 മുനിസിപ്പാലിറ്റികൾ, 6 പഞ്ചായത്തുകൾ, 2 കോർപ്പറേഷനുകൾ, 39 തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രം വരുന്നൊരു പ്രശ്നമാണിത്. ബാക്കി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഉള്ള വാർഡ് വിഭജന നടപടികൾ അതുപോലെ തന്നെ നടക്കും. ഒരു പ്രയാസം അക്കാര്യത്തിലില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഒരു നടപടിക്കും എതിരായിട്ടല്ല കോടതിയുടെ വിധി. വളരെ സാങ്കേതികമായൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിന് കാരണമുണ്ട്. അത് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് സെൻസ് നടത്താൻ തീരുമാനിച്ചത്? ഒന്നാമത്തെ കാര്യം, ആക്ടിൽ എവിടെയും പറയുന്നില്ല സെൻസസ് കഴിഞ്ഞ് ഒരു തവണ മാത്രമേ ഡീലിമിറ്റേഷൻ നടത്താവൂന്ന്. അങ്ങനെ ഒരു പ്രൊവിഷൻ ആക്ടിലില്ല. 2, നടത്തിയില്ലെങ്കിലുള്ള പ്രശ്നം മിനിമം വാർഡും മാക്സിമം വാർഡും 2 തരത്തിലാവും. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ പൊതുവിലുള്ള മിനിമവും മാക്സിമം ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ഒരേപോലെ സംസ്ഥാന ഡിസ്പാരിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, അന്തരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ വാർഡ് വിഭജനം നടത്താൻ സർക്കാർ തീരുമാനിച്ചത്.
അല്ല, അതിന് വേറെ ഒരു പ്രശ്നമുണ്ട്. ചെർപ്പളശ്ശേരി നഗരസഭയിൽ അന്ന് വാർഡ് വിഭജിച്ച് ഈ നമ്പർ നിശ്ചയിച്ച് തെറ്റിപ്പോയി, ജനസംഖ്യാനുപാതികമായിരുന്നില്ല എന്നുള്ളത് പിന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാതാ പറഞ്ഞത്, അന്നത്തേത് തെറ്റായിരുന്നു, കൂടുതലാണ് അന്ന് വന്നത്. ജനസംഖ്യാനുപാതികമായി എത്രയാണോ ആകാവുന്നത് അതിനേക്കാൾ കൂടുതലാണ് വന്നത്. അല്ല, കണക്കുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. കമ്മീഷൻ അതുകൊണ്ടുകൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ടല്ല അങ്ങനെ തീരുമാനിച്ചത്. അന്ന് ജനസംഖ്യാനുപാതികമായിട്ട് മിനിമം എത്രയാണോ ഉണ്ടാകേണ്ടത് അതിനേക്കാൾ ഒന്നോ മറ്റോ കൂടുതലാണ് വന്നത്. ബാക്കി അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിട്ട് ആലോചിച്ച് തുടർ നടപടികൾ സർക്കാർ തീരുമാനിക്കും. ശരി.